ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്നൊരു സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? അപ്പോൾ സാധാരണയായി നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന ചിക്കൻ കറിയുടെ സെയിം ചേരുവകൾ വെച്ചിട്ട് തന്നെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ധാബ ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ ഈ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കിലോ ചിക്കൻ മീഡിയം സൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ചിക്കനിലേക്ക് മസാല പുരട്ടിയതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് മാറ്റി വെക്കണം. എന്നാലേ ആ ഒരു മസാല ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ ഇതൊരു അരമണിക്കൂർ മാറ്റി വെക്കാം. അപ്പോൾ ഇനിയൊരു കുഴിയുള്ള പാനിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ നമ്മൾ സാധാരണ ധാബ സ്റ്റൈൽ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ റെസിപ്പിയൊക്കെ ചെയ്യുന്ന സമയത്ത് വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ അത്ര പെർഫെക്റ്റ് ടേസ്റ്റ് വരില്ല. സാധാരണ വെജിറ്റബിൾ ഓയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇപ്പം ഒന്ന് ഓയിൽ ചൂടായിട്ടുണ്ട്. ചിക്കൻ ഓരോന്നോരോന്നായിട്ട് തന്നെ ഇതിലേക്ക് ഞാനിപ്പം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ ചിക്കൻ ഒന്ന് അടച്ച് വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും, നല്ല സോഫ്റ്റായിട്ട് വരികയും ചെയ്യും, അധികം ഹാർഡാവില്ല. അപ്പം ഇത് നമുക്കൊരു ഭാഗം ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം, എന്നിട്ട് ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കനെല്ലാം 2 വശവും നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി വേറൊരു പാനിൽ നമുക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാനിപ്പം ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 2 മീഡിയം സവാള നേരിയതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അപ്പം ഇതൊന്ന് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരെ തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ സവാള നന്നായി വഴന്നേരം പാകത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. ഈ സവാള ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ തന്നെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. അപ്പോഴേ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ ഒരു പച്ചമണം മാറുള്ളൂ. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സവാളയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ സവാളയുടെയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് ആ ഒരു റോസ് സ്മെല്ല് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. പിന്നെ 1 ടീസ്പൂണ് ജീരകപ്പൊടി ചേർക്കാം. ജീരകപ്പൊടി ഞാനിപ്പോൾ വറുത്ത് പൊടിച്ച ചെറുതായി ചൂടാക്കി വറുത്ത് പൊടിച്ച ജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യൻ റെസിപ്പീസിലൊക്കെ ഈ ഒരു ജീരകപ്പൊടി അധികം ചേർക്കും അവർ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു മസാല ഒന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ ഞാനിപ്പോൾ വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുത്തത്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഒരു മീഡിയം സൈസിലെ തക്കാളി ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തത് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു കറിയിലേക്ക്. അപ്പോൾ തക്കാളിയും ഉള്ളി മസാലയെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ, നന്നായിട്ട് മിക്സായിട്ട് വരട്ടെ. ആ ഒരു റോസ് സ്മെല്ല് മാറണം ഈ ഒരു മസാലേൻ്റെ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് 2 ചെറിയൊരു പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എരിവ് ചേർക്കാവുന്നതാണ്. കൂടുതൽ പച്ചമുളക് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി ഇതൊന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മളെ മസാല റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ ധാബ സ്റ്റൈൽ ചിക്കൻ കറി സ്ഥിരം വീട്ടിലുണ്ടാക്കുന്ന ചിക്കൻ കറീൻ്റെ അകത്ത് കുറച്ച് ഡിഫറെൻ്റായാണ് ഇത് ചെയ്തെടുക്കുന്നത്. നോർമലി ധാബ സ്റ്റൈൽ ചിക്കൻ കറിയിലൊക്കെ നന്നായിട്ട് ഓയിലുണ്ടാവും. ഈ ഓയിലാണ് അതിൻ്റെ ആ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഓയിലിന് കൂടുന്നതനുസരിച്ച് ആ കറിയുടെ ടേസ്റ്റ് തന്നെ ഒന്ന് മാറും. അപ്പം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനും മസാലയെല്ലാം നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരട്ടെ. അപ്പോൾ ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായി കുറച്ച് ഗരം മസാലപ്പൊടി കൂടെ ചേർക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നേരത്തെ പൊടികൾ ചേർക്കുന്ന സമയത്ത് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ കൂടുതൽ ആ ഒരു ഫ്ലേവർ ഉണ്ടാവും ചിക്കനിലേക്ക്, നല്ല ഒരു ടേസ്റ്റ് കൂടെ ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി കുറച്ച് ആവശ്യത്തിന് പാകത്തിന് ഉപ്പ് കൂടെ ചേർക്കാം.
അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലയും ചിക്കനെല്ലാം നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരട്ടെ. അപ്പോൾ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് തിക്ക് ഗ്രേവി ആയിട്ടല്ല ഞാനിവിടെ എടുക്കുക, ഒരു സെമി ഗ്രേവി ആയിട്ടാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അപ്പം ഇപ്പം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. എപ്പോഴും നോൺ വെജ് കറികൾ വെക്കുന്ന സമയത്ത് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോഴേ ഈ ഒരു കഷ്ണങ്ങളിലേക്ക് സ്പൈസസ് എല്ലാം നന്നായിട്ട് പിടിക്കും. അപ്പോൾ ഇപ്പം അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സാധാരണ പഞ്ചാബി ധാബ സ്റ്റൈൽ കറികൾ ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ ഓയിലും ഗീയിലൊക്കെയാണ്. അപ്പോൾ സാധാരണ ചേർക്കുന്നതിലും കൂടുതൽ വെജിറ്റബിൾ ഓയിലും കറികളിലേക്ക് അവർ ചേർക്കും. അപ്പം നമ്മളെ കറി ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇനി ഇതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയൊരു കൈപ്പിടി മല്ലിയിലയാണ് ഞാനിപ്പം ചേർത്ത് കൊടുത്തത്. അപ്പോൾ മല്ലിയില ചേർക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു രുചിയായിരിക്കും ഈ കറിക്ക്. അപ്പോൾ കറിയൊന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ധാബ സ്റ്റൈൽ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്ന ചിക്കൻ കറിന് കുറച്ച് ഡിഫറെൻ്റ് അല്ലേ ഈ ഒരു ചിക്കൻ കറി? അപ്പോൾ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിലും തയ്യാറാക്കാവുന്നതാണ്, കുറച്ച് സമയം ഉണ്ടെങ്കിൽ. ഈ ഒരു കറി ചപ്പാത്തിക്കും റൊട്ടിക്കും നാനിനെല്ലാം ആപ്റ്റായിട്ടുള്ള കറിയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.